ഡൽഹി ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വീടിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. കെ.സി. വേണുഗോപാലിൻ്റെ വീട്. രാജ്യസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് ലഭിച്ച വീടാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കോൺഗ്രസ്സിൽ അഭിനന്ദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചിലരുണ്ട്. ഒന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, സ്വാഭാവികമായും. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കോൺഗ്രസിൻ്റെ തോൽവികളിൽ വലിയ പഴി ഏറ്റുവാങ്ങുന്ന നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസ് വലിയ വിജയം നേടി നിൽക്കുമ്പോൾ അധികാരത്തിലേക്ക് എത്താൻ ഇന്ത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും കോൺഗ്രസ് വളരെ മികച്ച പ്രകടനമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടല്ലോ വാചേട്ടാ. എങ്ങനെയാണ് കെ.സി.നെ പ്രകടനമൊക്കെ നമ്മൾ വിലയിരുത്തി കേട്ടത്? അനൂപ്, ഞാൻ ഇന്നലെ വൈകിട്ട് ഈ ഫേസ്ബുക്കും ഒക്കെ നോക്കിയായിരുന്നു. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ടൈം ലൈനിൽ വരുന്ന ഈ മലയാളികളുടെയൊക്കെ ഈ ഫേസ്ബുക്ക് രാഷ്ട്രീയ പോസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിമർശനം കിട്ടുന്ന വ്യക്തി കെ.സി. വേണുഗോപാലാണ്. എന്ന് മാത്രമല്ല, ഇപ്പം ഏതെങ്കിലും ഒരു സർക്കാർ ഈ രൂപീകരണത്തിലേക്ക് കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വിമർശനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നേതാവ് കെ.സി.ആണ്. പക്ഷേ ഇന്നലെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കെ.സി. അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടില്ല. കോൺഗ്രസിന് ഇത്രയും വലിയൊരു ചരിത്രപരമായ ഒരു വിജയം, ഒരുപക്ഷെ ഒരു പതിറ്റാണ്ടിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് 3 അക്കത്തിന് തൊട്ടടുത്തുള്ള ഒരു സംഖ്യയിലേക്ക് എത്തുന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി അത്രയും വളരെ പരിതാപകരമായിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ആ രീതിയിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കാണണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെത്തുക, ഒരു ഭാഗത്തൊരു മൈറ്റുമായിട്ട് അത്രയും വലിയൊരു ശക്തിയായിട്ടായിരുന്നു ഈ കോൺഗ്രസ് ഇത്തവണ പോരാടിയിരുന്നത്. ആ പോരാട്ടത്തിൽ കെ.സിയുടെ പങ്ക് വളരെ വലുതാണ്. അതിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട തരത്തിലുള്ള ഒരു അഭിനന്ദനം ലഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നമ്പേഴ്സ് നോക്കുമ്പം ബി.ജെ.പി. 240, കോൺഗ്രസ് 99, 98 എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലെ വിഷയം അങ്ങനെ കൂട്ടാൻ പറ്റില്ല. കാര്യം ഒന്ന്, കോൺഗ്രസ് ആകെ തകർന്നു കിടക്കുമായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അത്രയധികം സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചിട്ടില്ല. സഖ്യകക്ഷികൾക്ക് വേണ്ടി ഒരുപാട് പ്രധാനപ്പെട്ട സീറ്റുകൾ വിട്ടുകൊടുത്തു. മികച്ച പ്രകടനം നടത്തിയ ഹരിയാനയിലെ കുരുക്ഷേത്ര സീറ്റ് ഉൾപ്പെടെ വിട്ടുകൊടുത്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി. അപ്പം ഈ തന്ത്രങ്ങൾ മെനയുന്നതിൽ കെ.സിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കെ.സിയുടെ തന്ത്രങ്ങളെക്കാൾ ഉപരിയായിട്ട് കെ.സിയുടെ ഹാർഡ് വർക്ക് ആണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് കേട്ടിരുന്നു. അതിനുശേഷം പക്ഷേ ആ പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. 2ാം ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി, ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രമീകരണങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതിൻ്റെ പ്രചരണവുമായി പോയി. കെ.സിയുടെ ഇത്തവണത്തെ വലിയൊരു പ്രത്യേകത, കെ.സി ആലപ്പുഴയിൽ മാത്രം കേന്ദ്രീകരിച്ചല്ലായിരുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന കെ.സിയാണ്. കേരളത്തിലെ പല സ്ഥാനാർത്ഥികൾക്കും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിനും ഒരു പരിഹാരം, അല്ലാതെ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക നേതാവ് കെ.സി ആയിരുന്നു. അത് ഇതിന് ശേഷം, അതായത് കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയും കെ.സി വേണുഗോപാലും ഒഴികെ മറ്റെല്ലാവരും ഈ യാത്രയിലൊക്കെ ആയിരുന്നു. ചിലരൊക്കെ വിദേശത്ത് ഒക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴും അവിടെയും അദ്ദേഹം വിശ്രമത്തിലേക്കല്ല പോയിരുന്നത്. ഏറ്റവും അവസാനം ഈ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും കെ.സി അങ്കത്തട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ അനൂപ്, ഈ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു അദ്ദേഹം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് പിന്നീട് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, ചർച്ചകളിൽ കെ.സി എന്തിന്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ പേര് കെ.സിയുടേതാണ്. എന്നാൽ സഖ്യ പാർട്ടികൾക്കിടയിൽ നിന്ന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ, കേട്ടോ നമ്മളിപ്പോഴേ പറയുന്നില്ല, ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ, ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, ഈ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കെ.സി പ്രതിപക്ഷ നേതാവാകും. എന്നാൽ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വേണമെന്നുള്ള ആവശ്യം സഖ്യ പാർട്ടികളിൽ നിന്ന് സജീവമായി വന്നാൽ മാത്രമേ കെ.സി ആ പൊസിഷനിൽ എത്താതിരിക്കുള്ളൂ. അനൂപ്, എനിക്ക് അക്കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ കരുതുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ്. 2014 2019 നിന്ന് 19 ഏറ്റവും വലിയൊരു കാര്യം, ഒരു അംഗീകൃത പ്രതിപക്ഷ നേതാവ് സ്ഥാനം കോൺഗ്രസിന് അന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്തവണ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മികച്ച പ്രകടനമാണ്. ആ സമയത്ത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവിടെ നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ ഈ കെ.സി വേണുഗോപാലിനെ
അദ്ദേഹത്തിനെക്കുറിച്ച് ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ പറയുന്ന ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭാഷാപരമായ പ്രശ്നമുണ്ട് എന്നൊക്കെ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് പയ്യന്നൂർ ഗവൺമെൻറ് കോളേജിൽ പയ്യന്നൂർ കോളേജിൽ നിന്ന് അദ്ദേഹം ഇതിലേക്ക് എത്തുന്നു. തുടർന്ന് വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം ആണ് ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടാണ് അദ്ദേഹം ആ കഴിവുകളിലേക്ക് എത്തിയതെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും KC എന്തായിരിക്കും പൊസിഷൻ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തിനാലും കേരളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിലുള്ള പരിഗണന അദ്ദേഹത്തിന് കിട്ടും. കാണാം നമുക്ക്.